2K കിഡ്സിനോടാണ്. നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പ് മൂവ് ഓൺ ചെയ്യാതിരിക്കാൻ പറ്റില്ല എങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് എങ്കിൽ, ജസ്റ്റ് മേക്ക് ഇറ്റ് ഹലാൽ. അല്ലാണ്ട് വിശക്കുന്ന ഒരാളുടെ മുന്നിൽ ഇഷ്ടവിഭവം കൊണ്ടുവച്ചിട്ട് കഴിക്കരുത് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും? ഒരു ബന്ധം, ഒരു പ്രണയം അത് തീവ്രമാകുമ്പോൾ അത് അവസാനിപ്പിക്കാൻ കുടുംബമോ നാട്ടുകാരോ വീട്ടുകാരോ കൂട്ടുകാരോ ശ്രമിച്ചാലൊന്നും ചിലപ്പോൾ അത് ഫലിക്കണമെന്നില്ല. അതേ സമയത്ത് അത് ഇസ്ലാമികമാവുകയും വേണം. ജസ്റ്റ് മേക്ക് ഇറ്റ് ഹലാൽ. അതിന് നിക്കാഹ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം. നിക്കാഹിന് മുമ്പ് അത് ഹലാലാക്കാൻ കഴിയുമായിരിക്കും, പക്ഷെ ഒത്തിരി റിസ്ക് എലമെന്റ് അതിലുണ്ട്. കാരണം നോ കോൾസ്, നോ ചാറ്റ്സ്, നോ മീറ്റ് അപ്സ്, നോ ഷെയറിങ് യുവർ സീറ്റ്സ് ഇൻ കഫ്റ്റീരിയ. ഒരു തരത്തിലുമുള്ള ഷെയറിങ്ങുകൾ നടക്കൂല. അതേ സമയത്ത് സ്പീഡ് അപ്പ് യുവർ നിക്കാഹ്. പെട്ടെന്ന് തന്നെ ആ ഒരു ബന്ധം നിലനിർത്തുകയും ആ ബന്ധം പൂർത്തീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ നിക്കാഹിന് മുമ്പുള്ള ഈ ഒരു ചാറ്റുകൾ, നിശാസംസാരങ്ങൾ, കറങ്ങലുകൾ, ഇതൊന്നും പടച്ചോന് പറ്റുന്ന നിരക്കുന്ന കാര്യങ്ങളല്ല. അങ്ങനെയുള്ളൊരു ദാമ്പത്തിക ബന്ധം ബറക്കത്തുണ്ടാവുകയില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ ഈ പറയുന്നതൊക്കെ ഇസ്ലാമികമായി വിശ്വാസപരമായി ഉൾക്കൊള്ളുന്ന ആളുകളോട് മാത്രമാണ്. ഞങ്ങൾ 19s കിഡ്സ് 2K കിഡ്സിന് നൽകുന്ന ഒരു ഉപദേശമായിട്ട് വേണമെങ്കിൽ ഇതെടുക്കാം. ജസ്റ്റ് മേക്ക് ഇറ്റ് ഹലാൽ ആൻഡ് സ്പീഡ് അപ്പ് യുവർ നിക്കാഹ്.